ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്. ആദിൽ ഖാൻ്റെ ബ്രദറിൻ്റെ വീട്ടിലെ വിരുന്നിന് പോയ വിശേഷങ്ങളും പിന്നെ ആ വീടിൻ്റെ ഹോം ടൂർ എല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കണേ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ഒരു ഇശാ നമസ്കാര ശേഷമൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഇവിടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതാ നല്ല അടിപൊളി ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ സിറ്റ് ഔട്ടിൽ 2 പ്ലാന്റ് ഉണ്ട്. ഈ പ്ലാന്റിൽ കിളിക്കൂടുണ്ട്, കിളിമുട്ടയിട്ടിട്ടുണ്ട്. മാഷാ അല്ലാ, നല്ല അടിപൊളി ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കിളീൻ്റെ മുട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അവർ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല. ഇങ്ങനെ ജസ്റ്റ് ദൂരെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇതാ ഈ വീടിൻ്റെ ഹോം ടൂർ കാണിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ. ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ പെയിൻ്റൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് സിറ്റ് ഔട്ട്. ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റെപ്സിലൊക്കെ ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി മുറ്റത്തിൻ്റെ ഈ ഒരു സൈഡിലൂടെ പോയി നോക്കാം. പിന്നെ ബാക്ക് സൈഡിൽ ഈ ഒരു കോർണറിലായിട്ട് ഒരു ചെറിയ പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കിച്ചണിൽ നിന്ന് നേരെ ഇറങ്ങി വന്നിട്ട് ഇതുപോലെ ഒരു സ്പേസ് ആണ് കേട്ടോ ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വിറകുപുരയും ടോയ്ലറ്റും ബാത്റൂമും എല്ലാം കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്സ് കൊടുത്ത് മുകളിലും വിറകൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നൈറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ക്ലാരിറ്റിൻ്റെ കുറവുണ്ടാവും, അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കിടന്നാൽ ഇതുപോലെ ഒരു ലിവിങ് സ്പേസിലോട്ടാണ് വരിക. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ സ്റ്റെയറിന് താഴെയായിട്ട് ഇതുപോലൊരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. 8 സീറ്റർ സോഫയാണ് കേട്ടോ ഇവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത്. അതുപോലെ 2 ഭാഗത്തായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ വിൻഡോസിലൊക്കെ വരുന്നത് ഒരു തരം ബ്ലൈൻഡ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇവിടെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ടേബിൾ ഒരു 8 സീറ്റർ ടേബിളാണ് കേട്ടോ. പിന്നെ ഇവിടെ സിമ്പിളായിട്ടാണ് ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ. ഇനി ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം കാണാം. ഇനി ഈ റൂമിലെ കട്ടിലും വാർഡ്രോബും ഒക്കെ മൾട്ടിവുഡും പ്ലൈവുഡും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ PVC ബോർഡ് ഒട്ടിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുപോലെ വിൻഡോസിനും കണ്ടില്ലേ ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. അപ്പോൾ ഒരു ബീച്ച് കളറിലാണ് കേട്ടോ ടൈല് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടൈലാണ്. പിന്നെ ഇവിടെയാണ് ഒരു വാഷ് ഏരിയ. പിന്നെ ഒരു വലിയ മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബെഡ്റൂം കാണാം. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയി നോക്കാം. അപ്പോൾ സ്റ്റെയറിൻ്റെ ഈ സ്റ്റെപ്സിലൊക്കെ ലെപ്പോത്ര ഫിനിഷിലുള്ള ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നല്ല സ്പേസസ് ആയിട്ടുള്ളൊരു ഹാളാണ്.
അതുപോലെ ടി വി യൂണിറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ 2 ബെഡ്റൂമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂം നോക്കാം. ഇനി ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. ഒരു ഗ്രേ കളറിലാണ് ഇവിടുത്തെ ടൈൽസൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ബെഡ്റൂം കാണാം. ഇതാ ഇവിടുത്തെ ബാത്റൂമും കൂടെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ ഇനി എല്ലാവരും എത്തിയിട്ടോ. അപ്പോൾ ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടുകാർ മാത്രം ഒന്ന് ഒരുമിച്ച് കൂടുക, അത്രയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാ ഫുഡൊക്കെ ഒന്ന് ഇനി സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ അതെല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതാ കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഹാപ്പിനെസ് ആണല്ലോ. പിന്നെ അതാ അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ മദ്രസ ഉണ്ടായിരുന്നു. പിന്നെ അവരെയൊക്കെ പറഞ്ഞയക്കലായിരുന്നു.
പിന്നെ അതാ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും കടലക്കറിയും ആയിരുന്നു. ഇനി കടലക്കറി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ കടലൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് മസാലപ്പൊടികളും എല്ലാം ഒന്ന് വാട്ടിയിട്ട് ഈ ഒരു വേവിച്ച കടല ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതാ കറിയൊക്കെ റെഡിയായി. പിന്നെ അതാ കുട്ടികളൊക്കെ മദ്രസയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.